ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മിറേജ് എന്ന മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് മിറേജ്. നമ്മുടെ ആസിഫ് അലി നായകനായി എത്തുന്ന ചിത്രം. അതുപോലെ അപർണ ബാലമുരളിയാണ് നായികയായി വരുന്നത്, ഹീറോയിനായിട്ട് വരുന്നത്. അല്ലെ, കിഷ്കിന്താകാന്ഡ എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിന് ശേഷം ഇവർ ഒന്നിക്കുന്ന മൂവിയും കൂടെയാണ് മിറേജ്. അതുപോലെ ഇതിന്റെ സ്റ്റോറി വന്നിട്ട് ആരാ? അപർണ താരക്കാട്. അപർണ ആർ താരക്കാട്. മ്യൂസിക് വിഷ്ണു ശ്യാം. അതായത് നമുക്ക് നേരെ ട്രെയിലർ കണ്ടിട്ട് വരാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന വീഡിയോയിലോട്ട് പോകാം. ത്രില്ലറാണ് ചിത്രം. ജിത്തു ജോസഫ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. സസ്പെൻസ് ജംഗിൾ ഫൈറ്റ് ആണല്ലോ. ഓ, അത് പൊളി. മിറേജ്. എന്തായാലും ട്രെയിലർ കണ്ടനൊക്കെ ഒരു സസ്പെൻസ് ത്രില്ലർ, ആ ഒരു കാറ്റഗറി പെടുത്താവുന്ന ഒരു ട്രെയിലറാണ്. നമുക്കറിയാം ജിത്തു ജോസഫിന്റെ മിക്ക സിനിമകളിലും അല്ലെ സസ്പെൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണും. അതുപോലെ ഒരു സംഭവം ഇതിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കിടിലൻ ട്രെയിലറായിരുന്നു. സംഭവം കുറച്ചേ ഉള്ളൂ, ഒരു 2 മിനിറ്റകത്ത് ലെങ്തേ ഉള്ളൂ ട്രെയിലർ. അതുപോലെ അപർണ ബാലമുരളി, അതുപോലെ നമ്മുടെ ആസിഫ് അലി വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടെയാണ് മിറേജ്. അതിൽ കുറച്ച് ഫൈറ്റ് സീനൊക്കെ കാണിക്കുന്നുണ്ട് ജംഗിളിൻ്റെ അകത്തല്ലേ, പിന്നെ എന്തോ ഒളിക്കുന്നുണ്ട് കാര്യം. അപ്പൊ എന്തായാലും ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കണം ചിത്രം. പിന്നെ ജിത്തു ജോസഫും കൂടെ ആയതുകൊണ്ട് ചിത്രം അല്ലേ എന്തെങ്കിലും ഒരു ഇത് കാണും, സംഭവം കാണും. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണല്ലേ എല്ലാരും പ്രതീക്ഷയോടെ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദൃശ്യം 3 പുള്ളി കടക്കുക അല്ലെ. അതൊരു 1.5 പടമായിരിക്കണം. എന്തായാലും ഇതില് വേറെ എടുത്തു പറയാൻ കാസ്റ്റിംഗ് ആരുണ്ട് ഇതില്? ആസിഫ് അലി, അതുപോലെ അപർണ ബാലമുരളിക്ക് പുറമെ അല്ലെ വില്ലനായിട്ട് വരുന്നതായിരിക്കും സമ്പത്ത് രാജ്. വില്ലൻ ക്യാരക്ടർ, നെഗറ്റീവ് ടച്ച് ഉള്ള ക്യാരക്ടർ ആയിരിക്കും പുള്ളി ചെയ്യുന്നത്. അതുപോലെ ദീപക് പരമ്പോൾ, ഇതൊക്കെ ആര്? എന്തായാലും അല്ലെ മെയിനായിട്ട് ട്രെയിലറിൽ ഇവരെ 2 ആണ് കാണിക്കുന്നത്. എന്തായാലും നല്ലൊരു ചിത്രമായിരിക്കും, പ്രതീക്ഷിക്കാം ട്രെയിലർ കണ്ടനൊക്കെ.